എപ്പോഴും ഈ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. കുറേ വർഷങ്ങൾ മുന്നേ യൂണിഫോം ഇട്ട് ഇവിടെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഞാനിവിടെ 2003 തൊട്ടാണ് എൻ്റെ ഒരു സ്കൂൾ ലൈഫ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് +2 വരെയുള്ള നീണ്ട 14 വർഷം എന്ന് പറയുന്നത് വളരെ നല്ല എക്സ്പീരിയൻസസ് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സ്കൂളാണ്. ഞാൻ ചിന്മയ വിദ്യാലയ വഴുതക്കാടിൽ LKG തൊട്ട് +2 വരെ പഠിച്ചതാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ ചിന്മയ വിദ്യാലയ വഴുതക്കാടിൽ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്ര തിരക്ക് ഉണ്ടെങ്കിലും ഞാനൊരു 2 months ഒരിക്കലെങ്കിലും സ്കൂളിൽ വരാറുണ്ട്. 3 തരത്തിലാണ് ചിന്മയുമായി എനിക്കിപ്പോൾ അസോസിയേഷൻ ഉള്ളത്. ഒന്ന്, ഇവിടുത്തെ വളരെ പ്രൗഡായി തന്നെ പറയുന്ന ഒരു അലുമ്ന എന്നുള്ള രീതിയിൽ. മറ്റൊന്ന്, എൻ്റെ മകൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വളരെ അഭിമാനബോധമുള്ള ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ. പിന്നെ ഈ അടുത്ത് ഞാൻ ചിന്മയയിലേക്ക് തന്നെ, ഈ ചിന്മയ കുടുംബത്തിലേക്ക് തന്നെ റിസർച്ച് മെൻറ്റർ എന്നുള്ളൊരു പൊസിഷനിൽ തിരിച്ചു വരികയുണ്ടായി. ഈ ഒരു ക്യാമ്പസിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ഹോമായി തന്നെയാണ് കണ്ടിരുന്നത്. ശരിക്കും ഈ സ്കൂള് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് അന്നത്തെ സമയത്ത് എല്ലാം ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റാണ് എല്ലാവരോടും. അതായത് ഈ ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണോ വീട്, അതുപോലെ തന്നെയാണ് സ്കൂളിൽ വന്നാൽ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാർ വളർത്തിയ രീതിയും നമ്മുടെ സ്കൂളായിട്ട് നമുക്ക് സ്കൂളും നമ്മുടെ സ്കൂളിൻ്റെ എൻവയൺമെൻറ്റും നമ്മുടെ ടീച്ചർമാരും നമ്മുടെ കൂട്ടുകാരും കൂടെ തന്നൊരു കോൺട്രിബ്യൂഷനാണ് നന്മയെല്ലാം. ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഈ സ്കൂളിൻ്റെ പടി ചവിട്ടിയൊരു വ്യക്തിയാണ്. അതായത് എൻ്റെ അമ്മ 5 months പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇവിടെ ഒരു മാതൃപൂജ നടന്നതിൽ ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോഴാണ് എൻ്റെ ചേച്ചിമാർ മാതൃപൂജ നടത്തിയത്. അപ്പോൾ ബിഫോർ ബർത്ത് ഞാനിവിടെ സ്റ്റെപ്പ് ചെയ്തു എന്നുള്ളത് ഒരു സംഭവമുണ്ട്. എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാലും ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് വേറെ രീതിയിൽ ചിന്തകളിലൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ഞാൻ ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെയും കോറിഡോറിലൂടെയാണ് എപ്പോഴും സഞ്ചരിക്കുന്നത്. എൻ്റെ മൈൻഡ് എപ്പോഴും പോകുന്നത് അത്രമാത്രം കണക്ഷനുള്ളതാണ് സ്കൂളുമായിട്ട്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എപ്പോഴും സ്കൂളിലേക്ക് വരിക എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അലുമിനി ഡേക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. എല്ലാ കൊല്ലവും തിരിച്ചിവിടേക്ക് വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ അലുമിനി ഡേ എന്ന് പറയുന്നത്. സ്കൂളിലും മുറ്റത്ത് വെച്ചിട്ട് വീണ്ടും കാണുന്നത് നല്ല ഓർമ്മകളല്ലേ. ആദ്യം പറഞ്ഞ പ്രൊഫൈലുകളൊന്നും അല്ലാതെ പണ്ടത്തെ ഒരു കൊച്ചുകുട്ടി, ഇവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒരു ഫംഗ്ഷന് വരുവാനും എല്ലാവരെയും കാണുവാനും എല്ലാവരുമായിട്ട് സഹകരിക്കാനും എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ആശാല ടീച്ചറിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് സെർവിങ് പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു ടീച്ചറിൽ നിന്ന് മാറി ഒരു നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇത്രയും വർഷമായിട്ട് ഇവിടെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്ത് എൻ്റെ ടീച്ചറായിരുന്നു. എൻ്റെ SSLC സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്തത് ടീച്ചറാണ്. അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ. എനിക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയവും ഭക്തിയും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയാണ്. ഏത് ബാച്ചിലുള്ള LKG ജോയിൻ ചെയ്യുന്ന കുട്ടിയെ തൊട്ട് +2 വരെയുള്ള ഓരോ കുട്ടികളുടെയും പേരറിയാം. അത് ടീച്ചറിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. ടീച്ചറിൻ്റെ ആ ഒരു ഗൈഡൻസും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന രീതിയും ഒക്കെ കൂടെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റിയിട്ടുള്ളത് തന്നെ. ഈ വർഷം റിട്ടയർ ആവുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ ഇനി ഇവിടെ വരുമ്പം ടീച്ചറിനെ ആ ചെയറിൽ കാണില്ല എന്നുള്ളതാണ്. 28-ാം തീയതി അലുമിനി ഡേ വരുന്നതായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ എല്ലാവരും പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് ടു കം. നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം, പഴയ ഓർമ്മകളെല്ലാം പങ്കുവയ്ക്കാം. ചിന്മയ എന്ന ഈ ഒരു സുഖകരമായൊരു ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും അന്ന് അവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡിസംബർ 28-ന് ചിന്മയ വിദ്യാലയ വഴുതക്കാടാണ്. എല്ലാവരും, എല്ലാ ഫ്രണ്ട്സും ഇവിടെ വരണം, എൻജോയ് ചെയ്യണം. ഇത് ടീച്ചറിൻ്റെ ലാസ്റ്റ് ഇയറാണ്. ഞാൻ 2026 മാർച്ചിൽ ടീച്ചർ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യാണ്. അപ്പം എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് എൻ്റെ എല്ലാ കുട്ടികളും ഇവിടെ പഠിച്ചു പോയ, ഞങ്ങളിലൂടെ കടന്നുപോയ എൻ്റെ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒരിക്കൽ കൂടെ ടീച്ചറിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾ വരണം. ശരിക്കും ഇതൊരു ഇൻവിറ്റേഷനായിട്ട് തന്നെ ഞാൻ നിങ്ങളെ ഇതിലൂടെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക, വരിക. നിങ്ങളുടെ എന്താ പറയുന്നത്, നമ്മളോടൊപ്പം ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം, ഓർത്തെടുക്കാം. എന്തൊക്കെ തമാശകളാണ്, കുസൃതികളുമാണ് നിങ്ങളിവിടെ കാട്ടിയിട്ടുള്ളതെന്നും ടീച്ചറിനും മറ്റധ്യാപകർക്കും, ഇവിടുന്ന് പോയ അധ്യാപകർക്കും ഒക്കെ ഒരു എന്താ പറയുന്ന അവരുമായിട്ടൊരു സ്നേഹം പങ്കിടാൻ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ടീച്ചർ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്.
വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ടീച്ചറിനുണ്ട്. വരുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ടീച്ചറിനെ കാണാനും മറ്റ് അധ്യാപകരെ കാണാനും ഒക്കെ വരുമല്ലോ. തീർച്ചയായിട്ടും വരണം.